രമേശ് ചേട്ടൻ എങ്ങനെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എങ്ങനെയാണ്? ഡീറ്റെയിലുള്ള കൺട്രോളാ. ജിമ്മ് വളരെ കുറവാണ്. ജിമ്മിങ് ഇല്ല? ജിമ്മിങ് കുറവാണ്. കാരണം ഉറക്കം കൃത്യമല്ലെങ്കിൽ ജിം ആവശ്യമില്ലാണ്ട് ചെയ്യാൻ പറ്റൂല. ഉറക്കം കുറവായതുകൊണ്ട് അതിനനുസരിച്ച് ജിം ചെയ്യൂല. പക്ഷെ അതിനനുസരിച്ച് തീറ്റ കൺട്രോൾ ചെയ്യും. ഈ വർക്ക്ഔട്ട്സ് ഒക്കെ കൂടുതലും വീട്ടിലാണോ അതോ ജിമ്മിൽ തന്നെ പോയി പ്രോപ്പർ പോകുമ്പോ ജിമ്മിൽ പോകും. പക്ഷെ ഞാൻ ജിമ്മിൽ പോയാൽ പെട്ടെന്ന് ശരീരത്ത് കാണും. ആണോ? ജിമ്മിന്ന് പറഞ്ഞു വിട്ട്. കാരണം അവിടെ ഉള്ളവർ ഈ പണിയെടുക്കാതെ ചിരിച്ചോണ്ടിരിക്കുക. അവിടെ പോയി കഥ പറച്ചില്ല. അല്ലേ തന്നെ അഹങ്കാരി എന്നുള്ള പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ആയാൽ ഡബിൾ ആവും. പിന്നെ നമ്മൾ തമാശ പറഞ്ഞ ആൾക്കാർ ചിരിക്കാണ്ടാവും. ഇങ്ങനെയൊക്കെ വന്ന് എന്നിട്ട് പണ്ടൊരിക്കൽ ഒരാളൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് അടിക്കും. ഇവിടെ ചെറിയ മെയിന്റനൻസ് ഉള്ളൂ, വട്ടക്കളി ഇല്ല. മസിൽ എല്ലാം ഫിറ്റ് ആയിട്ടിരിക്കാനുള്ള അത്രേ ഉള്ളൂ. ഫിറ്റ് ആകാൻ ജിമ്മിലും പോവും. പിന്നെ ജിമ്മിൽ പോകുന്നുണ്ടോ? നിങ്ങൾ പക്രുചേട്ടന് ഷർട്ട് അടിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ പക്രുചേട്ടൻ വളരെ ബലിഷ്ഠനായ ഒരു മനുഷ്യനാണ്. നല്ല കിണ്ണം കാച്ചിയ ഒരു മനുഷ്യനാണ്. പഴയ പോലെ അല്ലടാ, ആശാന ഈ ഷർട്ടൊക്കെ അടിച്ച് വന്നാണ്ടല്ലോ നല്ല ഇതാ. ഹെൽത്ത് കോൺഷ്യസും ആണ്. ഹെൽത്ത് നമ്മളൊരു ഇച്ചിരി കോൺഷ്യസ് ആവുന്നത് നല്ലതാ പൊതുവെ. നമ്മളൊരു തുള്ളിക്ക് അത് ഒരു കൗമാരത്തിലൊന്നും ഇല്ല, ഒരു സമയമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹെൽത്ത് പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ മൊബിലിറ്റിനെയൊക്കെ ബാധിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമാവും. നമുക്ക് ശരീരത്തിൽ ഒരു വായ്പുണ്ണ് വന്നാലുണ്ടല്ലോ ഫോക്കസ് പോകും. ശരിയാ. ഒരു വായ്പുണ്ണ് വന്നാൽ മതി. നിങ്ങളുടെ ഒരു ബ്രെയിനിന്റെ ഒരു ഫോൾഡർ തുറന്നിട്ട് ആ വായ്പുണ്ണിന് വേണ്ടി ഒരു സ്ഥലം അങ്ങ് പോകും. നമ്മുടെ പിടി വിട്ടു പോകും, ഫോക്കസ് പോയിട്ട്. കൃത്യമായിട്ട് നമ്മള് അത്യാവശ്യം സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ ആന്റിബയോട്ടിക് ഒന്നും പഴയ പോലെ ഏക്കിയല്ലോ. പണ്ട് തൊണ്ടവേനൊക്കെ ഒന്നൊരു അസിത്രാൾ ഒരു 4 ഒക്കെ തിന്നെ മാറൂലേ? വാച്ചിനൊക്കെ എടുത്ത് തിന്നിട്ട് ചുമയൊക്കെ അങ്ങനെ നീക്കുക സ്ട്രോങ് ആയിട്ട്. മറ്റേത് കുത്തി ഇഞ്ചക്ഷൻ ഇട്ട് കിടന്ന് എത്ര ദിവസം കിടന്നിട്ട് ഈ സാധനം മാറുന്നത്. എല്ലാരും സ്ട്രോങ് ആയി. നമ്മളെ പോലെ തന്നെ കീടാണും ഹെൽത്ത് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന സംഭവമാണ്. അത് മമ്മൂക്ക ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ബീങ് എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മമ്മൂക്ക, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ ഹെൽത്തിന് കുറച്ചുകൂടി ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ടോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ മമ്മൂക്കയിൽ നിന്നും ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചാൽ കൊള്ളാം അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. നമ്മള് ഒരു റൂമിൽ ഏറ്റവും സ്മാർട്ട് പേഴ്സൺ നമ്മളാണെങ്കിൽ നമ്മൾ ആ റൂം ഇടണം എന്നുള്ളതാണ് ഞാനൊക്കെ എപ്പോഴും വിചാരിക്കുന്ന ഒരു തത്വം. നമുക്ക് നമ്മളെക്കാൾ പ്രൊഫൈലുള്ള, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള, നമ്മളെക്കാൾ ലോകപരിചയമുള്ള ഒരാളുമായിട്ട് ഇടപെടാൻ പറ്റുന്നു. അവര് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫുഡിൽ തന്നെയാണ്. അത് ഒരു കൊതി തീരെ തൊണ്ടക്കുഴി വരെ തിന്നാതെ വേണ്ടാന്ന് പറയുന്ന ഡിറ്റർമിനേഷൻ. സക്സസ്ഫുൾ പീപ്പിൾ സേസ് നോ ടു ഓൾമോസ്റ്റ് എവരിത്തിങ് എന്നാ ഞാൻ കേട്ടുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് വെച്ചാൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കുടിക്കുള്ളൂ. നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്ന ബ്രെയിൻ വെച്ചിട്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, അങ്ങനെ എന്തൊക്കെ ബ്രെയിൻ എന്നുള്ളത് ഉള്ളൂ. ഒരു 200 വർഷമായിട്ടാണ് ഇത്രയും കോമ്പറ്റീറ്റീവ് വേൾഡ് വന്നത്. അതിലോട്ട് നിൽക്കാൻ നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് നിന്നാലേ നടക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് നല്ലത്, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആരുടെയും കയ്യിൽ നിന്ന് എന്ത് കാര്യവും ഉറപ്പായിട്ട് നമ്മൾ സ്വീകരിക്കാവുന്നതാണ്. ഇതിന്റെ ഡയറ്റ് എന്താ നീ പറഞ്ഞു? നീ ഞങ്ങളെ ചൂടിനെടുക്കാതെ. ഇല്ല എനിക്കൊന്നുമില്ല, ഞാനിങ്ങനെ സിമ്പിൾ ലൈഫ്. രാവിലെ എണീക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയല്ല. ഞങ്ങൾ പകൽ ഉറങ്ങിയിട്ട് രാത്രി ഒരു 9 ആകുമ്പോഴാണ് എണീക്കുന്നത്. രാവിലെ എണീക്കുന്ന സ്വഭാവം എന്ന് ആരെങ്കിലും പറയുമോ? റോഹിത് നേരെ ഓപ്പോസിറ്റാ. രാത്രി മൊത്തവും പിന്നെ ഫുൾ ടൈം ഫോണിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ലേറ്റ് ആയിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട്. ബിസിനസ് എന്ന് പറയുന്നത് നീ അല്ലാണ്ട് വിശ്വസിക്കുവോ? രാത്രി മുഴുവൻ ഫോണിൽ ഇരുന്നിട്ട് എന്റെ കുടുംബം ഇവിടെ തകരുമെന്നാ തോന്നേ. നീ രാവിലെ എണീക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇപ്പൊ എണീക്കുന്നതിനേക്കാളും ഒരു 1-2 മണിക്കൂർ നേരത്തെ എണീറ്റാൽ തന്നെ ലോകത്തൊരു 60% ആൾക്കാരുടെ മുന്നിലായി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങൾ നടക്കുന്നത് ഇപ്പൊ നടക്കുന്നതിനേക്കാൾ 20% സ്പീഡ് കൂട്ടിയാൽ തന്നെ നിങ്ങൾ വലിയ വിഭാഗത്തിനേക്കാൾ. ഞാൻ എന്റെ അപ്പനെ നന്ദി പറയും. ഇതൊക്കെ എന്റെ അപ്പം കാരണം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കൂടുതൽ ഈ അവസരത്തിൽ നടത്തത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമുള്ളൊരു ചെറിയ പരാമർശം മനുഷ്യനുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ ബുക്കുണ്ട്. ആ ബുക്കിന്റെ ഒരു ആദ്യത്തെ വരി എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വരിയുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യൻ ഒരു ചുവട് വെക്കുമ്പം അതിനൊപ്പം എത്താൻ ഞാൻ 3 ചുവട് വെക്കണം എന്നാണ് ആ ബുക്ക് തുടങ്ങുന്നത്. അതൊരു ചെറിയ വരിയല്ല. ഒരാൾ ഒരു ചുവട് വെക്കുമ്പം പുള്ളി 3 ചുവട് വെക്കണം. പുള്ളി അങ്ങനെ 3 ചുവട് വെച്ചിട്ടാണ് ഈ ഇരിപ്പിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നു, എത്ര സീരിയസ് ആയിട്ട് അതിനെ എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണത്തെ ഇവിടെ ഇരുത്തിക്കൊണ്ടാണ് ഞാനും നീയും കൂടി ഇരുന്ന് ജിമ്മിൽ പോകണോ തിന്നണോ എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.